അങ്ങനെ അടുത്തൊരു ICC ചാമ്പ്യൻസ് ട്രോഫി എത്തിയിരിക്കുകയാണ്. പണ്ട് ധോണിയാണ് ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി നേടി തന്നിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ പുതിയൊരു ചാമ്പ്യൻസ് ട്രോഫി സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഇന്ത്യക്ക് കപ്പടിക്കണം. രോഹിത് ശർമ്മയ്ക്ക് ഇത് സുവർണാവസരമാണ്. ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഫെബ്രുവരി 19-നാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം അത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏകദിന ഫോർമാറ്റിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. അതുകൊണ്ട് സഞ്ജുവിനെ അവസരം കിട്ടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. T20യിൽ സഞ്ജുവിനെ എടുക്കുന്നതിന് മുൻപ് സഞ്ജു ഏകദിനത്തിൽ മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ട്. അവസാനം കളിച്ച ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറിയും അടിച്ചിട്ടുണ്ട്. മികച്ച റെക്കോർഡ് സഞ്ജുവിനുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജു ഉണ്ടാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. സഞ്ജു മാത്രമല്ല, ഋഷഭ് പന്തും ഉണ്ടായിരിക്കും. ഓപ്പണറായിട്ട് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും. സഞ്ജുവിനെ ബാക്കപ്പ് ഓപ്പണറായിട്ടാണ് പരിഗണിക്കുന്നത്. 3-ാം നമ്പറിൽ പതിവ് പോലെ വിരാട് കോഹ്ലി ഉണ്ടായിരിക്കും. 4-ാം നമ്പറിലായിരിക്കും രാഹുൽ ബാറ്റ് ചെയ്യുന്നത്. ഹാർദിക് പാണ്ഡ്യയെയും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഓൾറൗണ്ടറായിട്ട് ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ. പേസർമാരായിട്ട് ഷമി, സിറാജ്, ജസ്പ്രീത് ബുംറ. ഇനി ബാക്കപ്പായിട്ട് ഹർഷദീപ് സിംഗ്, അക്സർ പട്ടേൽ, ജയ്സ്വാൾ. സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ അവസരം കിട്ടില്ല. എങ്കിലും സഞ്ജുവിനെ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധിക്കും. ഇനി ശുഭ്മാൻ ഗില്ല് ഫോം ഔട്ടായാൽ രോഹിത് ശർമ്മയും സഞ്ജുവുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. സഞ്ജു ചാമ്പ്യൻസ് ട്രോഫിയിലുണ്ടെങ്കിൽ ഇന്ത്യ കപ്പ് നേടുമെന്നൊരു വിശ്വാസം ആരാധകർക്കുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലായിരുന്നു സ്ഥാനം. രോഹിത് ശർമ്മയ്ക്ക് ഇത് സുവർണ അവസരമാണ്. ഈസി ആയിട്ട് ഒരു ICC ട്രോഫി സ്വന്തമാക്കാം. ഇന്ത്യൻ താരങ്ങൾ മികച്ച ഫോമിലാണ്. ജനുവരി 12-ന് മുന്നേ ഇന്ത്യൻ ടീമിനെ ICCക്ക് കൈമാറണം. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒഫീഷ്യൽ ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിക്കും. അപ്പോൾ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി കാത്തിരിക്കാം. പാകിസ്ഥാനിലാണ് ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.